ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ വീഡിയോ കേട്ടിട്ട് കുറച്ച് ആളായി, കുറച്ചല്ല കുറേ ആളായി. എന്തായാലും ആരും വിഷമിക്കേണ്ട, നമ്മൾ ഇന്നൊരു ഹൊറർ ഗെയിമായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ കുറേ അഡ്വഞ്ചറൊക്കെ അല്ലേ, നമുക്ക് കുറച്ച് പേടിച്ച് ചെയ്യാം. അപ്പോൾ ഗെയിം ഏതാണെന്ന് വെച്ചാൽ നമ്മളിന്ന് ബാക്ക് റൂംസാണ് കളിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാമല്ലോ, ബാക്ക് റൂംസ് വളരെ റിസ്ക് പിടിച്ചൊരു ഗെയിമാണ്. മാത്രമല്ല ബാക്ക് റൂംസിനെ പറ്റി പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ബാക്ക് റൂംസാണ് കളിക്കാൻ പോകുന്നത്. നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ ബാക്ക് റൂംസാണ്. ഓക്കെ, എന്തായാലും നമ്മൾ അധികം നീട്ടുന്നില്ല, നമുക്ക് എന്തായാലും കളി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് മൾട്ടിപ്ലെയർ ഒന്നും അല്ല കേട്ടോ, ഇത് നോർമലാണ്. നമ്മൾ ഒറ്റയ്ക്ക് മേടിച്ചാൽ വേണ്ടി വരും. ഓക്കെ, നമുക്ക് എന്തായാലും ഒറ്റയ്ക്ക് തന്നെ നേരിടാം. എന്തായാലും ലെറ്റ്സ് ഗോ. ഓക്കെ, കളിയുടെ സ്റ്റാർട്ടായിട്ടോട്ട് പോവും, അല്ലെങ്കിൽ ക്യൂരിയോസിറ്റിയാ. യെസ്. ഓക്കെ, നമ്മളിവിടെ ചുറ്റുമായി തന്നെ വായി നോക്കണം. ഓക്കെ, ഇതിനകത്തെ പ്രേതം എങ്ങനെയായിരിക്കുമെന്നൊന്നും അറിയത്തില്ല. ഇനി റിയൽ ബാക്ക് റൂംസിൻ്റെ കൂട്ട് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഇവിടെ സൈറ ഹെഡ്, പിന്നെ വേറെ ഏതാ ഒരു കറുത്ത കോല് വരുന്ന സാധനം. ഓക്കെ, അങ്ങനത്തെ കുറച്ച് താരങ്ങൾ ഇതിനകത്തുണ്ട്. ഓക്കെ, ഇത് കണ്ടു, നിങ്ങൾ വിഷ്വൽ ശ്രദ്ധിച്ചോ, ഒരു റിയൽ ഫൂട്ടേജ് പോലെ. ഓക്കെ, ഇതാരോ ക്യാമറയെ പകർത്തിയ കണക്ക് എനിക്ക് തോന്നുന്നു കേട്ടോ, നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നത് അറിയത്തില്ല. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഫൂട്ടേജുകളില്ലേ, ഇതൊക്കെ ഒരു റിയൽ ഫൂട്ടേജ് പോലെ, നമ്മൾ റിയലായിട്ട് എടുത്തൊരു ഫൂട്ടേജ് പോലെയൊക്കെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഇവിടെ എന്തായാലും മാക്സിമം ഡീറ്റെയിലിംഗ് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, നമുക്ക് സൗണ്ട് എഫക്റ്റൊക്കെ കേൾക്കുമ്പോൾ അറിയാം, നമ്മുടെ സൗണ്ട് എഫക്റ്റൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഓക്കെ, സൗണ്ട് എഫക്റ്റ് ഒന്നും പറയില്ല, കിടിലം. ഓക്കെ, നമുക്ക് എന്തായാലും കളിച്ച് നോക്കാം, എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ബാക്ക് റൂംസ് നമുക്ക് പറയാൻ പറ്റത്തില്ല, എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കും. പ്രേതം നമ്മുടെ മുമ്പിൽ വന്ന് ചാടും, അല്ലെങ്കിൽ പ്രേതം നമ്മുടെ പുറകെ വരും, അല്ലെങ്കിൽ പ്രേതത്തിൻ്റെ പുറകെ നമ്മൾ പോവും. ഓക്കെ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. എനിക്ക് സൗണ്ട് ഇഷ്ടമല്ല, ഇത് ശരിക്കും ഇതൊരു ടാസ്ക് തന്നെ കേട്ടോ. ഈ സൗണ്ട് ഓവർകം ചെയ്തുകൊണ്ട് വേണം നമ്മളിത് കളിക്കാൻ. മാത്രമല്ല ഇത് ഇച്ചിരി മുഷിപ്പുള്ളൊരു ഗെയിമാണ്. മാത്രമല്ല മൾട്ടിപ്ലെയറും അല്ല ഇത് കേട്ടോ. മൾട്ടിപ്ലെയർ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്കൊരു ഒരു ഫണ്ടാണ് ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട്. ഒറ്റയ്ക്ക് പേടിക്കേണ്ടി വരും. മാത്രമല്ല നമുക്ക് ഈ എസ്കേപ്പ് വഴി കുറച്ച് നേരം നമ്മൾ കിടന്ന് കറങ്ങണം, ഉള്ള പറയാമല്ലോ. ഇവിടെ എല്ലാം ഒരുപോലൊക്കെ തന്നെ ചെയ്യുമോ. ഓക്കെ, നമ്മുടെ ടോർച്ച് ഉണ്ടോ, നമ്മൾ ഈ ഫിറ്റഡ് എടുത്ത് വരുമ്പോൾ ഒരു വെട്ടം. ഓക്കെ, ചിലപ്പം ഓക്കെ, നമ്മുടെ ടോർച്ച് ഉണ്ടെന്ന് തോന്നുന്നു, ടോർച്ചിൻ്റെ എംബ്ലം. ഓക്കെ, നേരെ അതുണ്ടോ ഒരു ഡാർക്ക് റൂം കേട്ടോ, രണ്ട് സൈഡിലുണ്ട്. ഇതെന്താ ഇതിനകത്തെന്താ? തുടക്കം തന്നെ തുടങ്ങി. നമ്മൾ ഡാർക്ക് റൂമിൽ കയറി, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലേ. അതാ നമുക്ക് ഇറങ്ങാം. ഇതിനകത്തൊക്കെ കയറി വല്ല വള്ളിയായ എനിക്ക് വയ്യ. ഇതിനകത്ത് എന്തെങ്കിലും കാണുമോ അറിയത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ശരിയായ പാതയിൽ പോകാം, അതാണ് ബെറ്റർ. നമ്മളീ വളഞ്ഞ വഴിയൊന്നും ചിന്തിക്കണ്ട. ഓക്കെ, അത് വിട്ടേരെ, നമുക്ക് നല്ല നല്ല പാതകളിലൂടെ പോകാം. ഇവിടെ എല്ലാം നമുക്കറിയാമല്ലോ, ബാക്ക് റൂംസ് മൊത്തമല്ല അതാ ഇതുണ്ട്. ഇതൊക്കെ നമ്മൾ വന്ന വഴിയാണോ അതോ ഇത് വരാനുള്ള വഴിയാണോ എന്ന് ആർക്കറിയാം. ഓക്കെ, ഇത് വന്ന വഴി പോലൊക്കെ തന്നെ ഉണ്ട്, ഇതുവരെ അറിയത്തില്ല. നമ്മളിങ്ങനെ കുറേ കിടന്ന് ചുറ്റേണ്ടി വരും. നിങ്ങൾക്കറിയാമല്ലോ, ബാക്ക് റൂംസ് എന്ന് പറയുമ്പോൾ മൊത്തം ചുറ്റലാണ്. നമ്മൾ ഇതിലേക്കൂടിയൊക്കെ കിടന്ന് കറങ്ങണം. ഓക്കെ, എന്തായാലും ഇങ്ങനത്തെ സൗണ്ട് എഫക്റ്റ് ഒന്നും പറയില്ല, അടിപൊളി. നമ്മൾ ഇത് ബാക്ക് റൂംസ്, ഇത് കുറേ ബാക്ക് റൂംസ് ഉണ്ട്. ഇത് ബാക്ക് റൂംസ് ദ ഹൊറർ എന്നാണ് ഈ ഗെയിമിൻ്റെ പേര് പോലെ തന്നെ നല്ല ഹൊററാണ്. അതവിടെ ഫിറ്റ് ചെയ്യുന്നൊരു പാടല്ലോ. ഓക്കെ, നമ്മൾ ഈ മാർക്കിങ്ങും ഇതൊക്കെ ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള വഴി കിട്ടത്തുള്ളൂ. നമ്മളെല്ലാം വെട്ടുകുത്തുമെല്ലാം ശ്രദ്ധിക്കണം. മാത്രമല്ല ഇവിടെ എന്തെങ്കിലും പാറ്റേണോ അങ്ങനെ എന്തെങ്കിലും കാണും. ഇത് സംഭവം പസിലൊക്കെയല്ലേ, എന്തെങ്കിലും പസിൽ കാണും. ഓക്കെ, അവിടെ എന്താ? ഓക്കെ, ഇത് നമ്മൾ വരാത്ത വഴിയാണ്. യെസ്, ഈ വഴിയിൽ നമ്മളിപ്പോഴാണ് വരുന്നത്. ഇവിടെ അങ്ങോട്ട് വഴിയുണ്ട്, ഒരു കൺഫ്യൂഷൻ. എന്തായാലും നമ്മൾ ഈ വെട്ടമുള്ള ഈ വഴി കൂടി പോകുമ്പോൾ ഒരു ആശ്വാസം. ഈ ഗെയിമിൻ്റെ ഹൊറർ ഫീലിംഗ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ മൊത്തം ആകെ നിശബ്ദത, ആകെ ഈ ഒരു വൃത്തികെട്ട സൗണ്ടാണ് കേൾക്കുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ നിശബ്ദതയിൽ നമ്മളിങ്ങനെ നിർത്തിയിട്ട് പെട്ടെന്നൊരു ജമ്പ് സ്കെയർ കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയാണ്. അതാണ് ഇതിൻ്റെ ഒരു ടാക്ടിക്സ് ഈ ബാക്ക് റൂംസിൻ്റെ. അതുകൊണ്ട് നമ്മൾ ഈ സൗണ്ട് എഫക്റ്റ്, അതായത് വേറെ ഇപ്പോൾ ഗ്രാനിയൊക്കെ പിന്നെ പറയണ്ട, ഗ്രാനിയൊക്കെ എന്തോന്ന്
എന്നാൽ ഗ്രാനിയൊക്കെ നമ്മുടെ ഫേമസ് ക്യാരക്ടർ അല്ലേ ഹൊററിൽ. ഓക്കെ. അയ്യോ ഞാൻ പെട്ട് കേട്ടോ, പെട്ട് എൻ്റെ ആളിയെ ഞാൻ എവിടോ ചെന്ന് പെട്ട്. ഓക്കെ, ഒരു രക്ഷയില്ല. ഞാൻ ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് ഇരുട്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ നോ പറഞ്ഞതാ. ഓക്കെ, എന്തായാലും ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മളെന്തായാലും ഇവിടെ പെട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, കളി റീസ്റ്റാർട്ടായി. നമ്മൾ വന്നിറങ്ങിയെടുത്ത് തന്നെ വീണ്ടും ഇറങ്ങി. അതായത് കളി ആദ്യം തൊട്ട് തുടങ്ങി. അതാ ഇതിനകത്ത് ഡീറ്റെയിലിംഗ് ഉണ്ടോ, നമ്മുടെ കുലുക്കോ അതൊക്കെ ഉണ്ടോ. അതൊക്കെ ഒരാൾ ശരിക്കും ക്യാമറയും പിടിച്ച് ഈ ഫൂട്ടേജൊക്കെ ഇങ്ങനെ ഈ ഓടിക്കൊണ്ട് പകർത്തുന്ന ശരിക്കും അതേ പടി തന്നെയാണ് ഇതിനകത്ത് ഈ വിഷ്വൽ കണ്ടോ. ആ ഒരു കുലുക്കമുണ്ട് നമ്മൾ ഓടുന്നതിൻ്റെ, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുണ്ട് ഈ ഗെയിം. ഓക്കെ, എന്തായാലും നമ്മൾ കുറേ നേരം എടുത്ത് ചുറ്റുമാണ്. ഇതുവരെയായിട്ടും എസ്കേപ്പ് ചെയ്യുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഇങ്ങനെ പോയി എവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. നിങ്ങൾ എത്രയെന്ന് പറഞ്ഞാൽ കളിക്കുന്ന ഞമ്മക്കും ബോറടിക്കും, നിങ്ങൾക്കും ബോറടിക്കും. ഓക്കെ, ഇവിടെ ഈ ബൾബില്ല, ഇവിടെ നിന്ന് ലൈറ്റ് വരുന്നത് മനസ്സിലാവുന്നില്ലല്ലോ. ഓക്കെ, നമ്മളിപ്രാവശ്യം എന്തായാലും കുറച്ചും കൂടി കെയർഫുള്ളായിട്ട് കളിക്കണം, എന്നാൽ മാത്രമേ എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മൾ എല്ലാ വഴിയും നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നമ്മൾ ഇതുവഴിയൊക്കെ നേരത്തെ വന്നതാണ്, ഏതോ ഒരു വഴി നമ്മൾ മിസ്സാക്കി. ഓക്കെ, ഈ വഴി പോയിട്ടാണ് പെട്ടത്. ഓക്കെ, ഇങ്ങോട്ട് പോകാം. ഓക്കെ, ഇവിടെ വേറെ വഴിയാണെന്നല്ലോ. ഓക്കെ, ഇതെല്ലാം ഡാർക്ക് വഴികളാണ്. ഓക്കെ, നേരത്തെ കൂട്ട് പെട്ടാൽ. ഓക്കെ, ഇവിടെ ഒരു അടയാളം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഓരോ അടയാളവും നമ്മൾ സൂക്ഷിച്ച് നോക്കണം. അതാ ഈ ഫിത്തിക്കൊരു ചരിവുണ്ടല്ലോ. ഇതിൻ്റെ ആശാരിയാണ്, അല്ല ഫിത്തിയുടെ ആശാരിയാണ്, മേശരിയല്ലേ. ഓക്കെ, ഈ ഫിത്തിക്ക് ഒരു വളമുണ്ട്. ഫിത്തിയുടെ വളം ചെന്നുകൊണ്ട് പറഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം. ഓക്കെ, നമുക്കൂടെ എസ്കേപ്പ്. അതാ നമ്മൾ നേരത്തെ അതുവഴി പോവുകയാണ്. ഓക്കെ, നമ്മളിപ്രാവശ്യം എന്തായാലും കുറച്ച് മാറ്റി പിടിക്കുകയാണ്. ഇനി ഒന്നുമില്ല, ഒറ്റ മൈൻഡ് നമ്മൾ എങ്ങോട്ടെങ്കിലും അടിച്ചു പറത്തി വിടാൻ പോവാം. ഓക്കെ, അതാ ഇതുവഴി നമുക്ക് അങ്ങോട്ട് വിടാം. വേണോ? വേണ്ട. ഞാനിങ്ങനെ പലതും പറയും, നിങ്ങളിതൊന്നും കേട്ട് വിശ്വസിക്കണ്ട. നമ്മൾ എന്താണിത് ഇവിടെ വെച്ച് തീരുക? അല്ലല്ലേ, ഇങ്ങോട്ട് വഴിയുണ്ടല്ലേ. ഓക്കെ, നമ്മളിനി ലൈറ്റിൻ്റെ വെട്ടം വിട്ടുള്ളൊരു കളിയില്ല, ലൈറ്റ് വെട്ടം തന്നെ ആയിരിക്കും നമ്മളിനി എപ്പോഴും. ഈ ഫിറ്റി അതാ. ഓക്കെ, ഒറ്റ മൈൻഡ് നമ്മൾ എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങെന്തോ ഒരു ഡോറ് കാണുന്നു. നമ്മൾ പിന്നോട്ട് പോകണം മുന്നോട്ട് പോകണം ഒന്നും അറിയാൻ വയ്യ. ഓക്കെ, നമ്മൾ എത്തുന്നുണ്ട്. ഓക്കെ, എന്താ നിന്ന് നമ്മുടെ സ്റ്റാമിന ഈ അടയ്ക്കുന്നതിന് ഇതൊക്കെ കേട്ടില്ലേ. അതൊക്കെ റിയലിസ്റ്റിക് കേട്ടോ. നമ്മളെത്തി. അത് തന്നെ. യെസ് നമ്മൾ എസ്കേപ്പ് ആവാറ്. നമ്മൾ ഫൈനലി എസ്കേപ്പ് ചെയ്യാനുള്ള സ്ഥലം അതാ. എന്താണ്? അവിടെ ഡോറുണ്ട്. ഇത് ആ ഡോറിൽ കൂടിയാണ് മിക്കവാറും എസ്കേപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഡോറിൽ കൂടി നമ്മൾ വേറെ സ്ഥലത്തെത്തും. അത് തന്നെ സംഗതി. ഓക്കെ, അതാ ഇതിൻ്റെ നടുക്കൂടി നമ്മൾ നോക്കാതെ കാണാതെ പോയത് ഈ കാണുന്ന ബ്ലാക്ക് ഹോളിലോട്ട് വീഴുന്നതായിരിക്കും. പയ്യെ നടന്നിട്ട് ബോറടിക്കും. കുറച്ചൊക്കെ സ്പീഡിൽ പോവാം. ഇതെന്തോന്നിൻ്റെ കേബിളാ? ഇതെടുക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇതാണ് നമ്മുടെ എസ്കേപ്പ് ഡോർ. എസ്കേപ്പ്. അതാ ലൈറ്റ്. എന്ത് പെട്ടി? ഓക്കെ ഗൈസ്, നോക്കി പെട്ടി കിട്ടി. ടോർച്ച്. ആശ്വാസമായി, നമ്മൾ തേടി ഇറങ്ങുന്ന സാധനം. ഓക്കെ, കാരണം നമുക്ക് ടോർച്ച് കിട്ടി. ഇനി നമ്മൾ പൊളിക്കൂട്ടാ. എന്നൊന്നും പറയാൻ പറ്റത്. നിങ്ങളാ സൗണ്ട് കേൾക്കുന്നുണ്ടാ? ഉറപ്പാ അവൻ ഇവിടെ എവിടെയോ ഉണ്ട്. സത്യം പറയണ, നീ എവിടെ കളിക്കല്ലേ പറഞ്ഞു. എന്താണ് റിങ്ങൂണൊക്കെ മാറുന്നത്? എൻ്റെ ആളിയാ, ഇതിലും നല്ല മറ്റേ സ്ഥലത്ത് ഇരിക്കുന്നതാണല്ലോ. അതാ ഇവിടേക്ക് എന്താ? ഈ മൂലയ്ക്ക് എന്നിട്ട് വീക്ഷിക്കാൻ ഇതാകുമ്പോൾ എല്ലാ വ്യൂവും കാണും. ഓക്കെ, ടോർച്ചുള്ളൂടെ നോക്കുന്ന ഈ വഴിയിലൊക്കെ കയറാം. ഓക്കെ, അതാ എന്താണ് സംഭവം? ഇവിടെ വല്ലതും ചെയ്യാനുണ്ടോ? ഇവിടെ കുറേ എന്താണ് KCBയുടെ അന്തപുരേ. എന്താണ് കുറേ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ. ഇത് വെച്ചൊക്കെ പവർ വരുത്താൻ പറ്റും. ഇവിടെ വല്ല പവർ ഓണൊക്കെ അങ്ങനെ വല്ലതും ഉണ്ടോ?
ഇതേതോ ബേസ്മെൻ്റ് ആണ്. ഓക്കെ, നമ്മൾ മറ്റേ ലെവൽ കഴിഞ്ഞു. ഓക്കെ, നമ്മളവിടെ എസ്കേപ്പ് ആയല്ലോ. ഓക്കെ, ഇതുകൊണ്ട് തീരുന്നില്ല, അടുത്ത ലെവലും ഉണ്ട്. നമുക്ക് എന്തായാലും ചെന്ന് നോക്കാം. അതുകൊണ്ടല്ലേ ഫ്രണ്ടിലേക്ക് ഇരുട്ടാണ്. ഞാൻ എന്തോ ധൈര്യത്തിൽ പോകുന്നത്. അതോ നമ്മൾ ഈ ഓരോ ടേണിങ് സൂക്ഷിക്കണം. അറിയുന്നുണ്ടോ? ഹലോ, ഇതല്ലേ നമ്മുടെ തലമണ്ടി കൂടി തന്നെ ഒരു പൈപ്പ് പോകുന്നുണ്ട്. ആ പ്രേതം കാണാൻ ഇതിനകത്ത് കയറ്റി നമ്മൾ മുട്ടിക്കും. ഈ കുലിസിൻ്റെ സൗണ്ട് ഉറപ്പാണ് ഇത് അവൻ തന്നെ. ഏതവനാണെന്ന് എന്നോട് ചോദിക്കല്. ഇത് അവൻ തന്നെ. അല്ല പിന്നെ ഇത് ഉറപ്പാണ് ഇത് അവൻ തന്നെ. നീ എന്നോട് കളിക്കണ്ട. ഈ കുലിസിട്ടോട് കിടക്കാൻ മാത്രം ഇതിനകത്ത് ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച പറയാനല്ലേ. കുലിസുള്ള പേര് പറയാമോ? ഇത് വല്ല നാഗവല്ലിയാണോ? ഏയ് നാഗവല്ലി വേണ്ട, എന്നോട് കളി വേണ്ട. ഞാൻ ഒരു പ്രൊഫഷണൽ ഗെയിമറാണ്. ഇവിടെ എന്താണ് ഇത്ര പൈപ്പൊക്കെ? ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ പൈപ്പാണോ? പ്രേതങ്ങൾക്കുമ്പോൾ പൈപ്പ് വെച്ചിട്ട് എന്താ പണി? ഇതെന്താണ് ഇവിടെ ഒരു സാധനം? ഇതൊരു കൈയുടെ ബ്ലേഡ് എടുക്കാൻ പറ്റുമോ? നമ്മൾ കാര്യം ഒളിച്ചിരുന്നു. ഇത് കണ്ടില്ലേ, നമ്മളിതാ ഇതിനകത്ത് വരെ ഒളിച്ച്. അതിൻ്റെ അർത്ഥം എന്തോ വരുന്നുണ്ട്. കുറച്ച് നേരം ഇതിനകത്ത് ഇരിക്കാം കേട്ടോ. ഇപ്പം വരുവാ നാഗവല്ലി. ഇതിനകത്ത് ഇരുന്നിട്ടാരും വരുന്നില്ല കേട്ടോ. ഇവനകത്ത് മാത്രമല്ല, ഇവിടെ വെച്ച് ഈ വഴി അവസാനിക്കുമോ? എന്തായാലും തിരിച്ചു പോവാം. ഓക്കെ, നമ്മൾ വന്ന വഴിയല്ല, കണ്ടില്ലേ? തിരിച്ചു പോയിക്കാം. ഓക്കെ, അവിടെ ഓക്കെ, നമ്മളിതാ ഇതിനകത്താണ് കയറി ഒളിച്ചത് നേരത്തെ. ഇവിടെ വന്ന വഴിയായത്. എൻ്റെ അളിയ ഈ സൗണ്ട് രക്ഷയില്ല. അതാ നമ്മൾ വീണ്ടും മെയിൻ ഹാളിലെത്തി. ഈ സൗണ്ടും കൂടി പിടിക്കുന്നില്ല കേട്ടോ. ഓരോ ദിവസം ഭയം കൂടിക്കൂടി വരുവാണ്. നിങ്ങൾക്ക് ബാക്ക് റൂംസ്, ഞാൻ ഇന്നുവരെ ബാക്ക് റൂംസ് കളിച്ചിട്ട് പേടിക്കാത്ത ഒരാളാണ്. പക്ഷേ ഇതിനകത്തെന്തോ വല്ലാത്തൊരു പേടി. കാരണം പേടിക്കാമെങ്കിൽ എന്നെ കുറ്റം പറഞ്ഞ കാര്യത്തിൽ നമ്മൾ കളിച്ചത് മൾട്ടിപ്ലെയറാണ്. കൂട്ടുകാരുള്ളപ്പോൾ പിന്നെ നമുക്ക് വലിയ പേടിയൊന്നുമില്ല. എൻ്റെ മൊത്തം ഫണ്ടല്ലേ. പക്ഷെ ഒറ്റയ്ക്ക് കളിക്കുന്നതിൻ്റെ ഫീൽ അത് വേറെ തന്നെയാണ്. നിങ്ങൾക്ക് പേടിക്കണമെങ്കിൽ അത്ര നിർബന്ധമാണെങ്കിൽ ഇതുപോലെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചോളൂ, ഒരു സീനുമില്ല. ഹലോ, ഈ കൂലിസിട്ടൊന്ന് അടിക്കുന്ന നിർത്തുമോ? എൻ്റെ കൂലിസ് വാങ്ങി നമ്മൾ വിൽക്കും കേട്ടോ. ഇപ്പം സ്വർണ്ണ കൂലിസാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, തീ പിടിച്ച വിലയാണ്. ഞാൻ പിന്നെ ലക്ഷപ്രഭുവാണേ. നമ്മളോട് കളിക്കണ്ട. ഇവിടെ ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് പറഞ്ഞോ. ഇവിടെ കാണാൻ ഉണ്ടെങ്കിൽ കിട്ടാനാണേ. നമ്മൾ നേരത്തെ ആളേനാണോ? എല്ലാം ഒരുപോലൊക്കെ തന്നെ. എന്താണ് ഇവിടുത്തെ? ഓക്കെ, അതാ വേറെ വഴി. ഇവിടെ എന്താ? ഓക്കെ, ഇങ്ങോട്ട് പോവാം. ഇവിടെ തന്നെ ഉള്ളു. എന്താണ് ഇതിൻ്റെ അടിയിൽ? തിരിച്ചോ ഇങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഇതാണ് അപ്പം നമ്മുടെ ലെവൽ 2. ഇത് വല്ലാത്ത ഇവിടുന്ന് എന്ത് നമ്മളെന്ത് കാണിച്ചു? നമ്മളിപ്പോൾ വീണ്ടും കറങ്ങി വന്നെടുത്തിട്ട് അത് ആ പെട്ടിയുണ്ട്. അതിനകത്താണ് നമുക്ക് കുറച്ച് മുമ്പേ ടോർച്ച് കിട്ടി. വീണ്ടും നമ്മൾ അവിടെ തന്നെ വന്നറിയാം. ഓക്കെ, നോക്കി കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. നമ്മൾ പ്രേതത്തിനെ പേടിച്ച് നിന്നാൽ നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ സാധ്യമല്ല. പകരം നമ്മൾ നമുക്ക് ഭയമല്ല വേണ്ട, ജാഗ്രതയാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ജാഗരൂകരായിരിക്കുക. പ്രേതം അതിൻ്റെ പാട്ടിന് പോട്ടെ. എന്തോ സൗണ്ട് കൂടി വരുന്നത്. അയ്യോ, പ്രേതം പിടിച്ച് സ്റ്റാമിന. പിടിച്ച്. ഓക്കെ, നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ അവസാനം പ്രേതം വന്ന് നമ്മളെ പിടിച്ചു. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ സ്റ്റാമിനയും കുറഞ്ഞ റിഞ്ഞൂട് മാറി. നിങ്ങൾക്ക് ആ കിതപ്പിൻ്റെ ഇടയിൽ കൂടി കേൾക്കാം നമ്മുടെ പ്രേതത്തിൻ്റെ സൗണ്ട്. ഒരുമാതിരി ഈ വൃത്തികെട്ട സൗണ്ട് കേൾക്കാം. എനിക്ക് ആ സൗണ്ട് കേട്ടപ്പോഴേ മനസ്സിലായി നമ്മുടെ പ്രേതം ഉണ്ടെന്ന്. പ്രേതം ആരാന്ന് പോലും കണ്ടില്ല. അതും വല്ലാത്തൊരു ഒരു പൊളി എക്സ്പീരിയൻസ്. ഓക്കെ, ഇവരിതിൻ്റെ പേര് പോലെ തന്നെ സംഭവം പാലിച്ചിട്ടുണ്ട്. ബാക്ക് റൂംസ് ദ ഹൊറർ എന്നാണ് ഇതിൻ്റെ പേര്. എന്തായാലും പൊളി തന്നെ. നമ്മളെന്തായാലും ലാസ്റ്റ് അവളെ പ്രേതം പിടിച്ചു.
പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേതത്തെ കണ്ടിട്ടില്ലെന്നുള്ളത്. ഇതിനകത്ത് ഞാൻ ഇതുവരെയായിട്ടും പ്രേതത്തിനെ കണ്ടില്ല. ഒരു പക്ഷേ അവിടെ പിന്നെയും കൂടി വന്ന് പിടിച്ചായിരിക്കും, അതായിരിക്കും കാണാൻ. ആടാണ് അത് തന്നെ, നമ്മുടെ ബാക്കിൽ നിന്നായിരുന്നു ആ സൗണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റാമിന കുറഞ്ഞാണ് പ്രശ്നം. അല്ലേ നമുക്ക് അവനെ കാണാമായിരുന്നു. അല്ലേ നമുക്ക് അവനെ തിരിഞ്ഞു നോക്കിയെങ്കിൽ കാണാമായിരുന്നു. ഓക്കെ, എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങളൊന്ന് കളിച്ച് നോക്കുക, ഒറ്റയ്ക്കുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ, നിങ്ങളാരെങ്കിലും എസ്കേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും അടുത്ത പാർട്ടിൽ ഉറപ്പായിട്ടും എസ്കേപ്പ് ആവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.